ഹായ് ഫ്രണ്ട്സ്, തിരുവോണ നാളിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. രാവിലെ തന്നെ ചെറുക്കുട്ടനും അമ്മയൊക്കെ കുളിച്ച് സുന്ദരി കുട്ടനും കുട്ടപ്പിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ചെറുക്കുട്ടൻ്റെ അമ്മ അത്തമൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ അത്തമൊക്കെ ഇട്ട്. എന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് ആണ് ഇട്ടെന്നൊന്നും തോന്നിയതേ ഇല്ല അത്തം കണ്ടിട്ട്. ഇത് എനിക്കാണോ അന്നറിയത്തില്ല. നല്ലപോലെ ഇടുന്നവർക്ക് എനിക്കറിയത്തില്ല ഇത് കണ്ട്. എനിക്ക് പക്ഷേ നല്ല ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് ടൈം ഇട്ടെന്നും തോന്നിയതേ ഇല്ല. അത് കഴിഞ്ഞ് ബാക്കി ചെറിക്കൂട്ടനും ചേട്ടച്ചനും എല്ലാവരും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല, വൈകിട്ടാണ് കേട്ടോ പോയത്. ഇവരൊക്കെ രാവിലെ അടുത്ത അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചെറുക്കൂട്ടനൊക്കെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്, ഗ്ലാസ് കണ്ണിൽ വയ്ക്കത്തേയില്ല, ഉടൻ തന്നെ വലിച്ചെടുക്കും കേട്ടോ. അങ്ങനെ നല്ല സന്തോഷത്തിൽ എൻ്റെ ചെറുക്കൂട്ടൻ ഫസ്റ്റ് ഓണം നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചു. ആ ഗ്ലാസ് കയ്യിലെടുക്കാനായിട്ടാണ് കണ്ണിൽ വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല, അതിന് വേണ്ടിയിട്ടാണ് വാശി പിടിച്ച് പിണങ്ങുന്നത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, ഫോട്ടോയും എടുത്തില്ല. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല, കുളിച്ചിട്ട് അങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവരെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു കുറച്ചൊക്കെ. പിന്നെ വേറെ വലിയ അധിക ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, സദ്യയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. നമ്മൾ പുറത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സദ്യയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഫുൾ ടൈം ഫ്രീ ആയിട്ടിരിക്കുക. കാപ്പി മാത്രം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ബാക്കി ടൈമൊക്കെ ഇങ്ങനെ ഫോട്ടോയുടെ കൂടെയും വീഡിയോയുടെ കൂടെയൊക്കെ ഇങ്ങനെ നടപ്പായിരുന്നു. എല്ലാ വർഷവും അമ്മ ഹാപ്പി ഓണമൊക്കെ പറയാൻ വേണ്ടി വിളിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെതാണെന്ന് അറിയത്തില്ല, രാവിലെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു ചെറിയ. അപ്പം അമ്പലത്തിലൊന്നും പോകാനും പുതിയ ഡ്രസ്സ് ഇടാനൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ അത്തമൊക്കെ ഇളക്കാണ്ടായപ്പോൾ പിന്നെ മോള് പറഞ്ഞു നമുക്ക് ചെറുക്കുട്ടിനെ വിട്ട് തന്നെ മൊത്തത്തിലങ്ങ്. ചെറുക്കുട്ടിന് ഭയങ്കര സന്തോഷം. ആ പൂവിനെയൊക്കെ എടുത്ത പൂവൊന്നും വായിൽ വയ്ക്കത്തില്ല ചെറുക്കുട്ടിൻ്റെ സ്വഭാവം. അതുകൊണ്ട് നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ട് കൈയൊക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം, ഇതൊക്കെ ഇളക്കാൻ വിട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ അവൻ്റെ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ പൂവെടുത്ത് തനിയെ തന്നെ പൂവൊക്കെ വാരി തലയിലൊക്കെ ഇട്ടു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് എൻ്റെ ചെറുക്കുട്ടൻ. രാവിലെ എണീറ്റ ശേഷം ഉറങ്ങിയിട്ടേ ഇല്ല, ഫുൾ ഫോട്ടോഷൂട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു എൻ്റെ ചെറുക്കുട്ടന് ഹാപ്പി. പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടാണ് എൻ്റെ ചെറുക്കുട്ടനൊന്ന് ഉറങ്ങിയത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാ വെപ്രാളം, ഇതൊക്കെ ഒന്ന് ഇളക്കി കളയാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിൽ ഇരിക്കുകയാണ് ആൾ. അങ്ങനെ ചെറുക്കുട്ടൻ പൂവിളക്കുന്ന ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അടുത്ത പ്രാവശ്യം അമ്മയും മോനും ചേർന്ന അത്തപ്പൂ ഒക്കെ ഇത് പെട്ടെന്ന് തീരുമാനിച്ചിട്ട അത്താണ് കേട്ടോ. ഉത്രാടത്തിന് സാധനം മേടിക്കാൻ പോയ സമയത്ത് നൈറ്റ് തോന്നി പൂവൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് മോള് ഉണ്ടാക്കിയതാണ് അത്തം വയ്ക്കണമെന്നൊക്കെ. ആദ്യമായിട്ട് ഇട്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടവുമായി. അടുത്ത പ്രാവശ്യം അമ്മയും മോനും ഒക്കെ ആയിട്ട് വലിയ അത്തമൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറുക്കുട്ടനെ എത്ര ഫോട്ടോസ് എടുത്തിട്ടും മോളുട്ടിക്ക് മതി വരുന്നതേ ഇല്ല. അപ്പയ്ക്ക് അയച്ചു കൊടുക്കാനും സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ് വെച്ചും വെക്കാതെ വെയിലത്ത് നിൽക്കാതെ അങ്ങനെ ഒരുപാട് ഫോട്ടോസ്. അമ്മാമ്മയ്ക്ക് മാത്രം കൂടുന്ന ഡ്രസ്സൊന്നും ഞാൻ ചേഞ്ച് ചെയ്തില്ല, പുതിയ ഡ്രസ്സൊന്നും ഇട്ടില്ല. അങ്ങനെ നെറ്റിയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുക്കുട്ടനായിട്ട് ഫോട്ടോയൊന്നും എടുത്തില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓണസദ്യ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ശ്രീഭദ്ര കാറ്ററിങ്ങിൽ. അങ്ങനെ അവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ പോയി ഊണ് എടുക്കണം. അപ്പം ഈ കാരണത്താൽ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്ന കാരണം നല്ല ലേറ്റായി കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ഊണെടുക്കാൻ വേണ്ടി മോളും മോനും കൂടെയാണ് പോയിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല അടിപൊളി സദ്യയായിരുന്നേ. പിന്നെ പായസമൊക്കെ അവർ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേണമെങ്കിൽ വാങ്ങാം. ഒരുപാട് പേര് പായസം മേടിക്കാൻ മാത്രം വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ചെറിക്കൂട്ടനും അപ്പൂപ്പനും തറയിലിരുന്നാണ് ഫസ്റ്റ് ചോറ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ കഴിച്ചു. പിന്നെ വൈകിട്ട് പുറത്തിറങ്ങി അമ്പലത്തിലോട്ട് പോയതാണ്. അപ്പം അവിടെ മാവേലിയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഓട്ടോയൊക്കെ കിട്ടാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ മാവേലിയൊക്കെ കണ്ട് നിന്ന സമയത്ത് ഒരു ഓട്ടോ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയൊക്കെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ അതും കൂടെ ആടാനായിട്ടാണ് മെയിനായിട്ട് പോയത്. എനിക്ക് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഊഞ്ഞാലാടിയാലും മതി വരത്തില്ല. അങ്ങനെ തൊഴുത് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഊഞ്ഞാലാടാൻ വേണ്ടി കയറിയത്. മോള് തൊഴാനായിട്ട് അകത്തോട്ട് കയറിയിട്ടില്ലായിരുന്നില്ല. ഞാനും ചെറുക്കുട്ടിന് മാത്രം പോയി തൊഴുതിട്ടൊക്കെ വന്നു. വൈകിട്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ 2 ഊഞ്ഞാലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നേരെ ഒന്നും ആടാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനെ എല്ലാവരുടെ ഓണവിശേഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് കാണുമല്ലോ. കുറച്ച് പേരൊക്കെ യാത്ര പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ യാത്രയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. അങ്ങനെ നമ്മുടെ അത്തം ആറ്റുകാൽ അമ്പലത്തിലെ അത്തമാണ് കേട്ടോ. വലിയ അത്തമായിരുന്നേ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓട്ടോയിൽ വീട്ടിൽ പോവുകയാണ് ഗെയ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. റോഡിൽ മൊത്തം അത്തത്തിൻ്റെ അലങ്കാരങ്ങളും പ്രോഗ്രാമും ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഈ അത്തം എടുക്കുമ്പോൾ എന്തോ ചടങ്ങുണ്ടല്ലോ, പണ്ടൊക്കെ കുഞ്ഞിലെയൊക്കെ പോയി കാണുമായിരുന്നു. ആ സമയത്ത് ഒരുപാട് കളികളൊക്കെ നടത്തുമല്ലോ. അപ്പം ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ആ പ്രോഗ്രാമിലൊക്കെ പങ്കുചേരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഇഷ്ടമാണ് എനിക്ക് അതിലൊക്കെ. ഒന്നും ഇപ്പോഴും അതിലോട്ടൊന്നും താല്പര്യമില്ല. പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.